ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബി കുറേ കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടുന്നതൊക്കെ ആദർശം നയനെ അറിഞ്ഞിട്ട് അതെല്ലാം മൂടി വെച്ചിരിക്കുകയാണ്. എന്നാൽ നയന് ഗർഭിണിയാണെന്ന് അറിയുമ്പോഴേക്കും അബി ചില ചതികളൊക്കെ പ്ലാൻ ചെയ്യുകയും അത് ആദർശം നയനെയും മനസ്സിലാക്കുകയും ചെയ്യാണ്. അങ്ങനെ അബിയെ പൂട്ടുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്തുമോളുടെ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ്. ചന്തുമോളെ അബിയുടെ കുഞ്ഞാണ്, അതുകൊണ്ട് ആ വിവരം എല്ലാവരോടും വിളിച്ച് പറയുമെന്ന് ആദർശം നയനയും പറയുകയാണ് കേട്ടോ. നയനയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പിന്നെ അബി ഭൂലോകത്ത് കാണില്ല എന്ന് ആദർശം പറഞ്ഞ് കുത്തിന് പിടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നവ്യ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ അബിയെക്കുറിച്ചിട്ടുള്ള കള്ളങ്ങളെല്ലാം പുറത്ത് വരികയാണ്. നവ്യയാണെങ്കിൽ അറിയാണ് അബിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യം. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന ഗർഭിണിയാണെന്നറിയുമ്പോൾ എല്ലാവർക്കും അങ്ങ് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ജാനകിയാണേലും സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ജാനകിയോട് ജലജ പറയുക, നീ എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നത്? ഇനിയിപ്പോൾ എന്തെല്ലാം ഇവിടെ കാണണം. നയന ഗർഭിണിയാണെന്നറിയുമ്പം ദേവയാനി ഇനി അവളെ എടുത്ത് പൊക്കിയായിരിക്കും നടക്കാൻ പോകുന്നത്. അതുപോലെ അച്ഛനും അമ്മയും അവളെ ഒരുപാട് സ്നേഹിക്കും. ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് കൊടുക്കും. കണ്ടോണം. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് ജലജ. അപ്പോൾ ജാനകി പറയേ, എന്തിനാ ജലജ ഇതിനും അസൂയ വയ്ക്കുന്നത്? എനിക്ക് നയനോട് കാര്യം ദേഷ്യമൊക്കെ ഉണ്ട്. അത് വേറൊന്നിലുമല്ല, ആ നന്ദുവിനെ അബിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതില്ല. നന്ദുവിൻ്റെ പെണ്ണ് അനാമിക തന്നെയായിരുന്നു, അവൾ തന്നെയായിരുന്നു ആവേണ്ടത്. പക്ഷേ ദേ ഇപ്പം ഇങ്ങനെയുള്ള ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അനാമിക ഇനി ഈ അനിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കയറാൻ അച്ഛനും അമ്മയും ഒന്നും അനുവദിക്കില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ അനാമിക ചെയ്തതും അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്ത് വൈരാഗ്യത്തിൻ്റെ പേരിലായാലും അച്ഛനെയും അമ്മയൊക്കെ കോടതി കയറ്റുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ വളരെ തെറ്റാ. ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നൊന്നും എനിക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ജലജയെന്ന് പറയാണ്. അപ്പം ജലജ പറയാണ്, ആഹാ നീയും ഇപ്പം മാറിപ്പോയോ? നയനെയും നവിയൊക്കെ കണ്ടപ്പം അവൾമാരുടെയൊക്കെ പുറകെ പോയോ? എന്താ ഇനി നന്ദുവിനെ കൂടി എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണോ നിൻ്റെ ആഗ്രഹം? അവളുടെ വിവാഹ നിശ്ചയമൊക്കെ മുടങ്ങിപ്പോയി. ആ CI സച്ചിനുമായിട്ടുള്ള വിവാഹം മുടങ്ങി. ഇനിയിപ്പം അനിക്കും നന്ദുവിനും ലൈസൻസ് കിട്ടിയ പോലെയാവും. ഇനിയിപ്പം വിവാഹം കഴിച്ച് അനന്തപുരിയിലേക്ക് അവളെ കൂടി കൊണ്ടുവരേണ്ട താമസമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം ജാനകി പറയുന്നുണ്ട്, അല്ല എനിക്കിപ്പോൾ അതിൽ വലിയ എതിർപ്പൊന്നും തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അനി അവളെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നന്ദുവിനെ ഒരിക്കലും അനിയുടെ ഭാര്യയായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. പക്ഷെ അനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അവനാണെങ്കിൽ ഇപ്പം ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ നന്ദുവിനെ വിവാഹം കഴിച്ച് കൊടുക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി അനിയുടെ മനസ്സിൽ ആകപ്പാടെ ഒരു വെപ്രാളവും വിഷമവും ഞാൻ കാണുന്നുണ്ട് ജലജെ. ഒന്നുമില്ലേലും അവനെൻ്റെ മോനല്ലേ. അവൻ എന്നോടൊന്നും സംസാരിക്കാറേ ഇല്ല. ഭക്ഷണം പോലും ശരിക്കും വാങ്ങി കഴിക്കാറില്ല. ആകെ ഒരു മാനസിക നില തെറ്റിയ പോലെയുള്ള നടപ്പാണ്. അതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ആ നന്ദുവിനെ വിവാഹം കഴിച്ച് കൊടുത്തേക്കാന്ന്. ആ കനകയുടെയും ഗോവിന്ദൻ്റെയും അടുത്ത് പോയി കാല് പിടിച്ചിട്ടാണേലും അതങ്ങ് നടത്തി കൊടുക്കായിരുന്നു. അപ്പോൾ ജലജ പറയും, എന്താ ജാനകി നീ പറയുന്നത്? കനകയും ഗോവിന്ദനും ദേ ഇപ്പോൾ ഒറ്റപ്പിടി വാശിയില്ല നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വിടില്ല എന്നുള്ളത്. കാരണം പറയുന്നത് നിനക്ക് അവളോട് താല്പര്യമില്ലാന്നും ഇവിടെ വന്നാൽ നീ അവളോട് പോരെടുക്കുമെന്നും ഒക്കെയാ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ജാനകി നീ പോയിട്ട് ആ കനകയുടെയും ഗോവിന്ദൻ്റെയും കാല് പിടിച്ച് ആ മുട്ടേച്ചിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനാണോ? പഴയതൊക്കെ നീ മറന്നോ ജാനകി എന്ന് ചോദിക്കുക. അപ്പം ജാനകി പറയാം, ഒന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല ഏടത്തി. പിന്നെ എന്താണെന്ന് വെച്ചാൽ അനിയുടെ ജീവിതം ഓർക്കുമ്പം അവനും ഒരു ജീവിതം വേണ്ടേ, അത് ഓർത്തിട്ടാണെന്ന് പറയാം. അവനൊരു ജീവിതം വേണമെങ്കിലേ ഇതൊക്കെ അവൻ കുറേ കഴിയുമ്പോൾ മറന്നോളും. വേറെ നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളെ കിട്ടും അവന്. എത്ര എണ്ണത്തിനെ വേണം ഈ ജലജ ഒപ്പിച്ചു തരാം. നീ ഇപ്പം ദേ അവിടെ പോയി കാല് പിടിക്കാനും ഈ വിവാഹം നടത്താനും ഒന്നും നിൽക്കണ്ട കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി തലയാട്ടുക. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഇവിടെ ഒരു വലിയ ബോംബല്ലേ പൊട്ടിയിരിക്കുന്നത്. ആ നയന ഗർഭിണിയാണെന്ന്. ഇനിയിപ്പോൾ എന്തെല്ലാം കൂത്ത് ഇവിടെ കണ്ടാലാ? അവളുമാരെല്ലാം ഇവിടെ അധികാരം സ്ഥാപിച്ചു. ആദ്യം വന്ന നവിയുണ്ടല്ലോ, അവൾക്കൊരു കുഞ്ഞായി. ഇനിയിപ്പം ഈ അനന്തപുരിയിൽ നിന്ന് അവൾക്ക് പോകണ്ടെന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ടറിയാം. ഇപ്പം നയനയും പണി പറ്റിച്ചു. ഇനിയിപ്പം നയനയ്ക്കും ആദർശനും ആയിരിക്കും നോക്കിക്കോ ഈ വീട്ടിലെ സ്വത്തുക്കൾ മുഴുവൻ അച്ഛനും അമ്മയും കൂടി എഴുതി കൊടുക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ആദർശിൻ്റെ കുഞ്ഞിലുള്ളതാണ് ഈ സ്വത്ത് മുഴുവനെന്ന്.
അങ്ങനെയായാൽ പിന്നെ നമ്മുടെയൊക്കെ കാര്യം എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ ആലോചിക്കാനുള്ള സമയത്ത് ഇനി അവളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ഒരുത്തിയെ കൂടി ഇങ്ങോട്ട് വിളിച്ചു കയറ്റുന്നതിനെ കുറിച്ചാണോ നീ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പം ജാനകി പറയാ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. അനിയുടെ വിഷമം കണ്ടപ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞേ ഉള്ളെന്ന് പറയണം. എന്നാൽ നീ ഇപ്പം അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ജലജ അങ്ങ് കയറി പോവാ. ജലജയ്ക്ക് ഉള്ളിൽ നല്ല ദേഷ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ റൂമിൽ ചെന്ന് കഴിയുമ്പം അബി അവിടെയുണ്ട്. മൊത്തം ദേഷ്യപ്പെട്ട് ജലജ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിറുപിറുക്കുവാണ്. ഹോ, ഇവക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ട് ദേ ഇപ്പം അത് സാധിച്ചു. ഒരു കൊച്ചിനെയാണെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ആദർശിൻ്റെ. അതിന് കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും ഒരു വശത്ത്, ഇനി ഇവക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുകൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ അതിനെ രാജകുമാരനോ ഒക്കെ ആക്കി വെക്കുമല്ലോ. എന്ത് ചെയ്യാനാന്നൊക്കെ ഇങ്ങനെ പെറുപെറുക്കുമ്പോൾ അഭി വന്നിട്ട് ചോദിക്കുക, എന്താ അമ്മയ്ക്ക് എന്ത് പറ്റി? ഇന്നിപ്പം ആ നന്ദുവിൻ്റെ നിശ്ചയത്തിന് പോയിട്ട് വന്നപ്പോൾ തൊട്ട് അമ്മ പെറുപെറുക്കുന്നതാണല്ലോ. ആ വിവാഹ നിശ്ചയം മുടങ്ങിയതിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. എടാ, അതിൻ്റെയൊക്കെ സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ നീ അറിഞ്ഞില്ലേ ആ നയന ഗർഭിണിയാണെന്ന്? ആദർശ് ഒരു കൊച്ചിൻ്റെ അച്ഛനാവാൻ പോവാണെന്ന്. അപ്പോൾ പെട്ടെന്ന് അഭി ഞെട്ടിപ്പോവോ? അങ്ങനെ ഒരു കാര്യമൊക്കെ ഇവിടെ നടന്നോ എന്ന് ചോദിക്കുക. പിന്നല്ലാതെ ഇനിയിപ്പോൾ എന്തെല്ലാം കളി കണ്ടാലാ? ആദർശിനും നയനയ്ക്കും ഉണ്ടാകുന്ന കുഞ്ഞിനാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ കൊടുക്കാൻ പോകുന്നതെന്ന് അച്ഛൻ നേരത്തെ തന്നെ പറഞ്ഞതാ. അതെല്ലാം ആ വഴിക്ക് അങ്ങ് പോവല്ലോ. നീ ഇങ്ങനെ നോക്കിയിരുന്നോ? നിനക്കൊരു കുന്തവും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് ജലജ. അപ്പം അഭി പറയാണ്, എന്ത് ചെയ്യാനാ? അപ്പോൾ ഒരു കൊച്ചുണ്ടല്ലോ ആദർശിന്, ആ ചന്തുമോള്. അതുകൂടാതെ ഇപ്പം ഇനി ഒന്നുകൂടെ ആകുമ്പം ചന്തുമോളോട് നയനയ്ക്കുള്ള സ്നേഹമൊക്കെ കുറയായിരിക്കല്ലേ എന്ന് പറയാണ്. അപ്പം ജലജ പറഞ്ഞു കൊടുക്കുക, പിന്നെ അല്ലാതെ അതൊക്കെ കുറയൂന്നേ. എന്തായാലും ചന്തുമോള് എവിടത്തോ വലിഞ്ഞു കയറി വന്നൊരു കൊച്ചല്ലേ. അതിനെ മിക്കവാറും ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടാൻ സാധ്യതയുണ്ട് നയനയ്ക്ക് സ്വന്തം കുഞ്ഞുണ്ടാവുമ്പം എന്ന് പറയുമ്പം അബി ഒന്ന് ഞെട്ടിപ്പോവുക. തൻ്റെ കൊച്ചാണല്ലോ ചന്തുമോളെന്ന് അബിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അബി ജലജയോട് പറയുക, എന്തായാലും നയനയ്ക്കും ആദർശനും ഇപ്പോൾ ഉടനെ ഇങ്ങൊരു കുഞ്ഞുണ്ടാവരുത്. അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പം ജലജ പറയാം, എടാ എന്ത് ചെയ്യാനാടാ, അവൾ ഗർഭിണിയായില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് പറയാം. അപ്പോൾ അബി പറയാണ്, ഗർഭിണിയായി കഴിഞ്ഞല്ലേ അമ്മയെ ചെയ്യാനുള്ളത്. നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അനാമിക അവളുടെ അമ്മയും കൂടെ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത കഥയൊക്കെ നിങ്ങൾക്കറിയില്ലേ? അതുപോലെ തന്നെ നമുക്കും എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും എന്ന് പറയണം. അത് ശരിയാ. എന്താ നീ പറയുന്നത്? പാലിൽ വിഷം ചേർത്ത് കൊടുക്കാനാണോ? എൻ്റെ അമ്മേ, ആ ഒരു ട്രിക്ക് മാത്രം പ്രയോഗിക്കാതെ വേറെ എന്തെല്ലാം പ്രയോഗിക്കാനുണ്ട്? അപ്പോൾ ജലജ പറയാം, അതെ, ഞാൻ എന്നാൽ ഉടനെ തന്നെ ആ അനാമികയെ വിളിക്കാം. അവക്കും ആ രേവതിക്കും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല അറിവാണ്. മാത്രമല്ല അവളുമാർ ഇതൊക്കെ ചെയ്ത് നല്ല പ്രാക്ടീസ് ഉള്ളതാ. നയനയോട് അവർക്ക് നല്ല ദേഷ്യമുണ്ട്. ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അനാമിക നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇതങ്ങ് ക്ലോസ് ആക്കിയാൽ പിന്നെ കുറച്ച് സമാധാനമായി. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ആദർശ് അങ്ങോട്ട് വരികയാണ്. ആദർശ് വന്ന് ആ റൂമിൻ്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മയും മോനും കൂടെ ഇങ്ങനെയുള്ള ചർച്ചകൾ ചെയ്യുന്നത്. ആദർശ് അവിടെ ശ്രദ്ധിച്ച് നിൽക്കുക. എന്നിട്ട് അനാമികയെ വിളിക്കുന്നുണ്ട് ജലജ. എന്നിട്ട് അനാമികയോട് പറയാം, എടി അനാമികയെ, ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. അനന്തപുരിയിൽ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അനാമിക ചോദിക്കുക, എന്ത് സംഭവം? ആ നന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയ കാര്യം പറയാനാണോ? അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ അറിയും. എൻ്റെ ആളുകൾ അവിടെയുണ്ട്. ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞു. അപ്പോൾ ജലജ പറയാണ്, അതല്ലടി, അതിലും വലിയൊരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ പറ. അതെ, നിൻ്റെ ശത്രുവില്ലേ നയന, അവൾ ഗർഭിണിയാണെന്ന്. ആദർശും നയനയും ഒരു കൊച്ചിൻ്റെ അമ്മയും അച്ഛനും ആകാൻ പോവാണെന്ന്. അപ്പോഴേക്കും അനാമിക അങ്ങ് ഞെട്ടിപ്പോവാ. അനാമിക പറയാ, ഇതൊക്കെ സത്യമാണോ? ഇതൊക്കെ എങ്ങനെ ഇവൾ ഇത്ര പെട്ടെന്ന് സാധിച്ചെടുത്തു? ഇവക്കൊരു കുഞ്ഞിക്കാല് കാണാൻ യോഗ ഇല്ലായിരിക്കുമല്ലോ എന്നോർത്ത് സന്തോഷിച്ചതാ. ഇനിയിപ്പോൾ അനന്തപുരിയിൽ ആഘോഷ രാവായിരിക്കുമല്ലോ. അവളും അങ്ങ് വല്ലാതെ സന്തോഷിക്കും. അവൾ മാത്രമല്ല, ആ നന്ദുവും അവളുടെ വീട്ടുകാരും എല്ലാം. അവരുടെ ഒന്ന് സന്തോഷം കാണാൻ എനിക്ക് വയ്യ. ഇതിനെന്തെങ്കിലും ചെയ്തങ്ങ് ഒഴിവാക്കണമല്ലോ എന്ന് പറയുക. അപ്പോൾ ജലജ പറയാ, അതിനാ ഞാൻ നിന്നെ വിളിച്ചത്. നിനക്കാവുമ്പം ഇക്കാര്യത്തിലൊക്കെ ഇച്ചിരി അറിവുണ്ടല്ലോ. അതിൽ എന്തെങ്കിലും പരിപാടി ചെയ്ത് നമുക്ക് ആ കുഞ്ഞിനെ അങ്ങ് തീർക്കണം. അവളുടെ സന്തോഷം അങ്ങനെ കണ്ടോണ്ട് നിന്ന് നമ്മൾ സന്തോഷിക്കാൻ പറ്റുമോ? അപ്പോൾ അനാമികയും പറയാം, ശരിയാ, അവൾ അങ്ങനെ അധികം സന്തോഷിക്കുന്ന കാണാനേ എനിക്ക് കേൾപ്പില്ല. അതുകൊണ്ട് അപ്പച്ചിയെ ഞാൻ സഹായിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിൽക്കുകയാണ് ആദർശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജലജ ഫോൺ വയ്ക്കുക. ജലജ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ജലജ അബിയോട് പറയുന്നുണ്ട്, എടാ, ആ അനാമിക ഹെൽപ്പ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഇപ്പോഴേ വേണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്ത് വലിയ താമസമില്ലാതെ അങ്ങ് ഒഴിവാക്കാം. ചെവി അറിയരുത്, നമ്മൾ രണ്ടും മാത്രമേ അറിയാവുള്ളൂ കേട്ടോ എന്ന് പറയുമ്പോൾ അബി പറയുക,
അത് ഏറ്റെന്നേ, നമുക്ക് ആരും അറിയാതെ ഇതങ്ങ് തീർക്കണം എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് ആദർശന് നല്ല ദേഷ്യം, അബിയെ പിടിച്ച് ഞെക്കിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ആദർശ് പുറത്തേക്ക് ഇറങ്ങി പോവുക, ഇറങ്ങി റൂമിലേക്ക് ചെന്ന് ഇരിക്കുകയാണ്. അപ്പം നയനെ അങ്ങോട്ട് ചെല്ലുകയാണ് വലിയ സന്തോഷത്തിൽ. അപ്പോൾ ആദർശേട്ടൻ്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നതെന്ന് നയനെ ചോദിക്കുക. അപ്പോൾ ആദർശ് പറയാണ്, ഏയ് ഒന്നുമില്ല, ചിലതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും എനിക്കൊരു വിഷമം തോന്നും, അതാണെന്ന് പറയാണ്. അപ്പോൾ നയന് ചോദിക്കുക, എന്താ ആദർശേട്ടാ, ഇപ്പം സന്തോഷിക്കേണ്ട സമയമല്ലേ, എല്ലാവരും സന്തോഷിക്കുക, ആദർശേട്ടൻ മാത്രം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, നയനെ നീ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അന്ന് നിൻ്റെ ചേച്ചി നവ്യയ്ക്ക് പാലിൽ വിഷം ചേർത്ത് കൊടുക്കാൻ ശ്രമിച്ചതാണ് അനാമികയും അവളുടെ അമ്മയും കൂടി. അത് നീ മറന്നിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ നയന പറയാം, ഇല്ല അതൊന്നും ഞാൻ മറന്നിട്ടില്ല, പക്ഷേ ഇപ്പോൾ അനാമിക അവളുടെ അമ്മ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, അതിലും വലിയ വിഷജന്തുക്കൾ ഇവിടെയുണ്ട്, അപ്പച്ചിയും അതുപോലെ അബിയും, അത് നീ മറക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ നയന പറയും, ഏയ് അവരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല, പറച്ചിൽ മാത്രമേ അപ്പച്ചിക്കും അബിക്കും ഉള്ളെന്ന് പറയുമ്പം ആദർശ് പറയാണ്, ആരാണ്, ഇപ്പോഴേ തന്നെ അവരതൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് നയനെ, ഞാനിപ്പോൾ കേട്ടതാണ് ആദർശും അബിയും അപ്പച്ചിയും കൂടി സംസാരിക്കുന്നത്, അനാമികയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എന്തായാലും അവരെന്തെങ്കിലും പണി ചെയ്യും. നമ്മൾ സന്തോഷിക്കുന്നത് ആ വിഷജന്തുക്കൾക്ക് കാണാൻ പാടില്ലല്ലോ, നമ്മളുടെ വിഷമം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ അവർ. അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ സൂക്ഷിച്ചോളാം, പക്ഷേ ആദർശേട്ടാ ഏത് സമയവും നമുക്കങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ, എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം. അവൻ ചെയ്തു കൂട്ടുന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് അവന് തന്നെ അറിയില്ല. ഈ മഹാപാപങ്ങളൊക്കെ അവൻ എവിടെ കൊണ്ട് വയ്ക്കും? അവനെ എങ്ങനെയെങ്കിലും നമുക്ക് പൂട്ടണം. ആദർശേട്ടന് എങ്ങനെയെങ്കിലും അവനൊരു വാണിംഗ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ അവൻ ഒതുങ്ങുള്ളൂ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞാൻ അതൊക്കെ ചെയ്തോളാമെന്ന് പറയാണ്. എന്താ ആ സമയത്താണെങ്കിൽ നമ്മുടെ കനകയും ഗോവിന്ദനും നന്ദുവിനോട് പറയാണ്, നന്ദു നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയാം. ഇപ്പം നിൻ്റെ ചേച്ചി നയനയും ഗർഭിണിയാണല്ലോ എന്ന് പറയുമ്പോൾ നന്ദു പറയാം, അതെ, നല്ലൊരു സന്തോഷ വാർത്ത. ആ നശിച്ച CI സച്ചിനുമായിട്ടുള്ള വിവാഹാലോചന മുടങ്ങിയപ്പോൾ തന്നെ ഐശ്വര്യമുള്ളൊരു വാർത്ത കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമ്മേ അതുപോലെ നയനേശിയെ ഇവിടെ കൊണ്ടു നിർത്തി നല്ല രീതിയിലൊക്കെ നോക്കണം കേട്ടോ എന്ന് പറയുകയാണ് നന്ദു. അപ്പോൾ കനക പറയാണ്, അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവൾ അവിടുന്ന് പെട്ടെന്ന് വരുമെന്നൊന്നും തോന്നുന്നില്ല, അവിടെ ആ ജലജയും ജാനകിയും ഒക്കെ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഒരു പേടിയെന്ന് പറയുകയാണ് കനക. അപ്പോഴേക്കും ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട്, അതൊന്നും അമ്മ പേടിക്കേണ്ട, ആദർശേട്ടനും അതുപോലെ തന്നെ വല്യമ്മയും ഒക്കെ അവിടെ ഉണ്ടല്ലോ, ആദർശേട്ടൻ്റെ അമ്മയും എല്ലാവരും നന്നായിട്ട് തന്നെ നയനേച്ചിയെ നോക്കൂന്ന് പറയാണ്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, ശരിയാ, ദേവയാനിയും അതുപോലെ മൂർത്തി സാറും ഒക്കെ നന്നായിട്ട് നോക്കും, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി മോളെ, എനിക്കും ഒരുപാട് സന്തോഷമായി, ഒരുപാട് നാളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് നയനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി, അതൊക്കെ സാധിച്ചല്ലോ എന്നൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനിയും മുത്തശ്ശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അനിയോടെ, അനി ആ CI സച്ചിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ, ഒരു കൊലപാതക കേസിലെ പ്രതി അവനിപ്പം, അവൻ ഇനി പണി കിട്ടിക്കോളും, പാർട്ടിക്കാരനായ ഒരാളെയാ അവൻ ഇടിച്ചു കൊന്നത്, അതിൻ്റെ പകരം വീട്ടാതെ അവരിയ്ക്കുകയല്ല, അവൻ ഇനി പാല് വെള്ളത്തിൽ തന്നെ കിട്ടിക്കോളൂ എന്ന് മുത്തച്ഛൻ പറയാം. അപ്പം അനി പറയുന്നുണ്ട്, ശരിയാ, അവൻ ഇത്തരക്കാരനാണെന്നൊന്നും ഞങ്ങളാരും വിചാരിച്ചില്ല, ഞാനും വിഘ്നേഷും എല്ലാം കൂടെ പോയി അവൻ്റെ നാട്ടിൽ അന്വേഷിച്ചപ്പം അവനെക്കുറിച്ച് എന്തെല്ലാം മോശമായ കാര്യങ്ങളാണെന്ന് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അവന് ഇത്രയൊക്കെ പണി കൈ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് നിന്നെ അന്ന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് അടിച്ചത്, അതിന് പകരം നമുക്ക് വീട്ടണം, അന്ന് ഞാൻ അവനൊരു താക്കീത് കൊടുത്താണ്, എടാ ഇനി മേലെ ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ്, പക്ഷെ അവനതൊന്നും കേൾക്കാൻ തയ്യാറായില്ല, പിന്നെയും നിന്നെ ഉപദ്രവിക്കുകയായിരുന്നു, നന്ദുവിനെ വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്നു, എന്ത് യോഗ്യതയാണ് അവനുള്ളത്, നന്ദുവിനെ പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ, അവനൊരു ചതിയനല്ലേ എന്ന് പറയാ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി കാത്തിരിക്കുമെന്നും വേണ്ട, നീ നമുക്ക് അവൻ്റെ വീട് വരെ പോകാം, ഒരു കണക്ക് തീർക്കാനുണ്ടല്ലോ നമുക്ക്, അതിന് നീയും കൂടെ വരണം, നീ തന്നെ ആ കണക്കങ്ങ് തീർക്കണം എന്ന് പറയാണ്. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് അനിയും കൂടെ പോവാം. അങ്ങനെ മുത്തശ്ശനും അനിയും കൂടെ അവിടെ ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ CI സച്ചിൻ്റെ വീട്ടിൽ. സച്ചിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ സച്ചിൻ അവിടെ ജാമ്യമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്, അതുപോലെ സച്ചിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പോൾ മുത്തശ്ശൻ കയറി ചെന്നിട്ട് ചോദിക്കുക, ആഹാ ജാമ്യമൊക്കെ കിട്ടിയോ CIക്ക്, ഇത്ര പെട്ടെന്ന് ജാമ്യമൊക്കെ റെഡിയായോ, കൊലപാതക കേസല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഇതൊക്കെ ആഘോഷിക്കാനാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശൻ, അതെ ഞങ്ങളിത് ആഘോഷിക്കാൻ വേണ്ടി വന്നതാ, നീ എന്തൊക്കെയാ പറഞ്ഞത്, നിയമത്തിൻ്റെയും നീതിയുടെയും വഴിക്കേ നീ പോവുകളെന്ന്
ഞങ്ങളുടെ അനിയെ നീ മനഃപൂർവ്വം ഉപദ്രവിക്കുകയല്ലായിരുന്നോ? പല പ്രാവശ്യം അവൻ്റെ മേലിൽ നീ കൈവച്ചില്ലേ? ആ നന്ദുവിനെ നീ ചതിക്കുകയല്ലായിരുന്നോ? ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വഞ്ചിക്കുക എന്നുള്ളതല്ലായിരുന്നോ നിന്റെ ലക്ഷ്യം? ഇതുപോലെ ദുഷ്ടനായ ഒരു മനുഷ്യനായിട്ട് കൂടി നീ എന്ത് നല്ല പിള്ള ചമഞ്ഞതാ. ഞാൻ അന്ന് നിനക്കൊരു താക്കീത് തന്നിരുന്നു, ഇനി എൻ്റെ അനിയുടെ മേൽ കൈവച്ച നീ അതിൻ്റെ വിവരം അറിയുമെന്നുള്ളത്. പക്ഷെ നീ അത് അംഗീകരിച്ചില്ല. നീ പിന്നെയും അനിയുടെ മേലെ കൈവയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ അനാമികയും വേണുവും പറഞ്ഞത് കേട്ടിട്ട് അതിൻ്റെ ഒരു കണക്ക് തീർക്കാൻ വേണ്ടിയാ ഞാനും അനിയും കൂടി ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. അനി, ആ കണക്കങ്ങ് തീർത്തേക്ക് എന്ന് മൂർത്തി മുത്തശ്ശൻ പറയുമ്പോൾ അനി ഒറ്റൊരടി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചിനിട്ട്. സച്ചിൻ മോൻ പോത്തി ഇങ്ങനെ നിൽക്കുന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് സച്ചിൻ ഒരു വെല്ലുവിളി പറയുന്നുണ്ട്. അതെ, വേറൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, ഇപ്പം എനിക്ക് അധികാരമില്ല, ഒരു സസ്പെൻഷനിലൊക്കെ ആയി നിൽക്കുകയാണ്. പക്ഷേ ഈ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കയറും. അപ്പോഴേക്കും ദേ ഇവനോട് പറഞ്ഞേക്ക് കരുതിയിരുന്നോളെ. അപ്പം മുത്തശ്ശൻ നേരെ ചെന്നിട്ട് ചോദിക്കുക, എന്താടാ കരുതിയിരിക്കേണ്ടത്? നീ വിചാരിക്കേ വേണ്ട, ഇനി നീ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുമെന്ന്. നീ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം പുറത്തെടുത്ത് നിന്നെ ഞങ്ങൾ പൂട്ടും. നീ അനിയെ വെല്ലുവിളിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് പറയുന്നത് അനന്തപുരിയിലെ അനന്തമൂർത്തിയാ എന്നൊക്കെ പറഞ്ഞ് അവിടെ നല്ല കിടുക്കൻ ഡയലോഗൊക്കെ അടിച്ചിട്ട് മുത്തശ്ശനും അനിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. അതേസമയം നമ്മുടെ അബിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നയനെ ഗർഭിണിയാകുകയും ചെയ്തല്ലോ, ഇനിയിപ്പം ഉള്ള സ്വത്തും കൂടെ പോയി കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഭാവത്തിൽ അങ്ങനെ മുറിയിൽ നിന്നിട്ട് ആ കൂട്ടുകാരെ വിളിക്കുകയാണ് കേട്ടോ. അനഘയുടെ കാര്യങ്ങൾ തിരക്കാനായിട്ട് ആ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടേ നിൽക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ആ അനഘയുടെ കാര്യം എന്തായി? അവൾ ഇപ്പോഴെങ്ങാനും അങ്ങ് തട്ടിപ്പോവോ എന്ന് ചോദിക്കുക. അപ്പം ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അവൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. സാറിൻ്റെ വീട്ടുകാരാണല്ലോ നോക്കുന്നത്. സാറിൻ്റെ മുത്തശ്ശനും അതുപോലെ ആദർശ് സാറും ഒക്കെ അവിടെ വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അനഘയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയാം. ഒരു പ്രശ്നവുമില്ല, അവളങ്ങ് തട്ടിപ്പോയാൽ മതിയായിരുന്നു. ആ കൊച്ചിനെ ഇപ്പം കൊണ്ടുവന്ന് ഇവിടെ സംരക്ഷിച്ചിരിക്കുക ആദർശിൻ്റെ കൊച്ചാണെന്നാണ് ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ആദർശിനും നയനിക്കും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചന്തുമോളുടെ കാര്യം എന്താവും? അതിനെ അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതെൻ്റെ തലയിലെങ്ങാനും ആവില്ലേ? അപ്പോഴേക്കും നയനയ്ക്ക് തോന്നിയാലോ എൻ്റെ കൊച്ചാണെന്ന് വിളിച്ചു പറയാൻ? ആദർശൻ നയനയ്ക്കും എല്ലാ സത്യങ്ങളും അറിയാം. അവരിനി വിളിച്ചു പറഞ്ഞാലോ എൻ്റെ ആണെന്ന് അതിനെ എൻ്റെ തലയിലേക്ക് വെക്കാൻ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആദർശം നയനയും കൂടെ അബിയുടെ റൂമിലേക്ക് കയറി വരിക. അപ്പോൾ അബി പെട്ടെന്ന് ഞെട്ടി ഫോൺ അങ്ങ് വയ്ക്കുകയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിപ്പോൾ എൻ്റെ റൂമിലേക്ക് കയറി വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നാ, ചില മുന്നറിയിപ്പുകളൊക്കെ നൽകണമെന്ന് തോന്നി. നീ അറിഞ്ഞോ നയന ഗർഭിണിയാണെന്ന്? അപ്പോഴേക്കും പറയുകയാണ് അബി, അറിഞ്ഞു, ഇവിടെ അമ്മ പറഞ്ഞിരുന്നു, ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു, കൺഗ്രാജുലേഷൻസ് എന്ന് പറയുമ്പം ആദർശ് പറയാണ്, നിൻ്റെ കൺഗ്രാജുലേഷൻസ് ഒന്നും വേണ്ട, അത് കഴിഞ്ഞ് നീ നിൻ്റെ അമ്മയും കൂടെ ചെയ്യുന്ന പ്ലാനിങ് ഒക്കെ ഞാൻ കേട്ട് നിൽക്കുമായിരുന്നു. നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അബി പറയാ, എന്താ ആദർശ് ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുമോ? നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു കൊച്ചുകുട്ടിയെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുമോ? നമ്മുടെ ചോരയല്ലേ അവൻ എന്നൊക്കെ പറയുമ്പം ആദർശ് പറയാണ്, നീ കൂടുതൽ ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട, സ്വന്തം ചോരയായ ചന്തുമോളെ ഉപേക്ഷിച്ചവനാ നീ. ആ കൊച്ച് അനഘയിൽ നിനക്കുണ്ടായതാ. എന്നിട്ട് ആ അനഘയെ ഈ വിധത്തിലാക്കിയതും പോരാ, ആ കൊച്ചിനെ ഉപേക്ഷിച്ചു. സ്വന്തം കുഞ്ഞാണെന്ന് വിളിച്ചു പറയാതെ മറ്റൊരാളുടെ തലയിലേക്ക് അത് കെട്ടിവെച്ചില്ലേ? ഇപ്പോഴും നിന്റെ കുഞ്ഞിനെയാണ് ഞാൻ ചുമന്നത് നടക്കുന്നത്. നിന്റെ ഭാര്യയോ നിന്റെ അമ്മയോ മറ്റുള്ളവരോ ആ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനും നയനയും മാത്രമേ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. ഇത് ഏത് നിമിഷവും ഞങ്ങൾക്ക് പുറത്തേക്ക് പറയാം. പക്ഷേ നീ നയനെ എന്തെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ച നീ മാത്രമല്ല, നിന്റെ അമ്മയോ നിങ്ങൾ വഴി ആ അനാമികയോ എന്തിനെങ്കിലും മുതിർന്നിട്ടുണ്ടെങ്കിൽ, നയനയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ സൂക്ഷിച്ചോ അബി, നിനക്ക് പണി വരുന്നുണ്ട്. നിന്റെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള വിവരം ഈ അനന്തപുരിയിൽ എല്ലാവരും അറിയും. മാത്രമല്ല നീ ആ കുഞ്ഞിനെ വളർത്തേണ്ടി വരും. പിന്നെ അനഘ ഒരു കേസ് കൊടുത്താൽ നീ അകത്ത് പോകും. അതും കൂടി നീ മനസ്സിലാക്കിക്കോ. അനഘയെ കൊണ്ട് അതുകൂടി ഞങ്ങൾ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിയുന്നതാ അബി നിനക്ക് നല്ലത്. ഞങ്ങളെ ഉപദ്രവിക്കാൻ നീ വന്നേക്കരുതെന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഹേയ് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരികയല്ല. നയനെയും കുഞ്ഞിനെ ഉപദ്രവിക്കണം എന്നൊരു പ്ലാൻ ഞങ്ങൾ ഇട്ടിരുന്നു. പക്ഷെ അങ്ങനൊന്നും ചെയ്യില്ല. അബദ്ധങ്ങളൊന്നും ആദർശം നീ കാണിക്കരുത്. നയനെ നീ ഇത് ആരോടും പറയാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് അബി അവിടെ കാല് പിടിക്കുക. അബിയുടെ കുത്തിന് പിടിച്ച് നല്ലത് കൊടുക്കുന്നുണ്ട് ആദർശ്. ഇനി മേലെ ഇങ്ങനൊരു ചിന്താഗതിയായിട്ട് ഇവിടെ നീ ജീവിച്ചു പോകരുതെന്ന് പറയണം. ഈ ഒച്ചയൊക്കെ കേട്ടിട്ട്
നമ്മുടെ നവ്യാണെങ്കിൽ റൂമിൻ്റെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ ആദർശും നയനയും കൂടി അഭിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. നവ്യ ഒളിച്ചു നിന്ന് കേൾക്കുകയാണ്. നവ്യ ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ ചന്തുമോള് അഭിയുടെ കുഞ്ഞാണെന്നുള്ള വിവരവും അതുപോലെ തന്നെ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അഭിയും ജലജയും കൂടി പ്ലാൻ ചെയ്തെന്നുള്ള കാര്യമൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ കേട്ട് പിന്നെ നവ്യയ്ക്കൊന്നും വയ്യാത്തൊരു അവസ്ഥയിൽ നവ്യ ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. തുറന്നിത് അഭിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയും ചെയ്യും. എന്തെങ്കിലും പ്രശ്നം നയനയുടെ കുഞ്ഞിന് ഉണ്ടാവുകയും ചെയ്യുമല്ലോ എന്നൊക്കെ ഓർക്കുവാണ്. അതുപോലെ ചന്തുമോളെ താൻ എത്രമാത്രം ഉപദ്രവിച്ചു, എന്തുമാത്രം കുറ്റം പറഞ്ഞു, ആ ചന്തുമോളും ഇവൻ്റെ കുഞ്ഞായിരുന്നല്ലോ എന്നോർത്ത് നവ്യ അവിടെ നിന്ന് വിഷമിക്കുകയാണ്. ഇനിയിപ്പം നവ്യ യഥാർത്ഥത്തിൽ നവ്യയുടെ യഥാർത്ഥ മുഖം അഭിയെ കാണിക്കുകയൊക്കെ ചെയ്യാൻ പോവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്